നമസ്കാരം. യൂറോപ്പ് വാർത്താ വിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും ഹാർദിക സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാനിരിക്കുന്ന വാർത്ത യു.എസ്. സർക്കാരിന്റെ പുതിയ നിയമം വിസ ഇന്റഗ്രിറ്റി ഫീ 2026 മുതൽ യു.എസ്. വിസയ്ക്ക് $250 ഇന്റഗ്രിറ്റി ഫീസ് അധികം അടയ്ക്കണം. ഇത് ഒരുപാട് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും ട്രാവലേഴ്സിനെയും നേരിട്ട് ബാധിക്കുന്ന പുതിയ നിയമമാണ്. അമേരിക്കൻ ഐക്യനാടുകൾ എന്താണ് വിസ ഇന്റഗ്രിറ്റി ഫീ? വൺ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ ആക്ട് എന്ന നിയമം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് 2025 ജൂലൈ 4 ഒപ്പുവെച്ചു. ഈ നിയമപ്രകാരം $250 ഇന്റഗ്രിറ്റി ഫീ 2026 മുതൽ B1, B2, F, J, M, H1, B പോലുള്ള നോൺ ഇമിഗ്രന്റ് വിസ ആപ്ലിക്കൻസ്ക്കു ബാധകമാകും. പുതിയ ഫീസുകൾ. നിങ്ങളുടെ നിലവിലുള്ള വിസ ഫീസിനു പുറമെ ഇനി താഴെയുള്ള ഫീസുകളും അടയ്ക്കണം. ഫീസ് നാമം തുക USD. വിശദീകരണം. വിസ ഇന്റഗ്രിറ്റി ഫീ $250 ഏത് വിസയിലും അധികമായി. I-94 ഫീ $24 ലാൻഡ് എയർ അറൈവൽ ടിക്കറ്റ്. എസ്റ്റ് ഫീ $13 വിസ വേവർ പ്രോഗ്രാം ഉള്ളവർക്ക്. EVUS ഫീ ചൈനക്കാർ $30 10 വർഷ B1, B2 ചൈനീസ് പാസ്പോർട്ടുകൾക്ക്. ഉദാഹരണത്തിന് B1, B2 വിസ ഇന്ത്യയിൽ ഇപ്പോൾ $185 ആയിരിക്കും. പുതിയ ഫീസുകൾ കൂടി വരുമ്പോൾ മൊത്തം $472 വരെ ആയേക്കാം. ഈ ഫീസ് ഓരോ വർഷവും കൂടും. 2026 മുതൽ ഫീസ് CPI കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് അനുസരിച്ച് വർദ്ധിക്കും. പ്രതിവർഷം ഈ ഇന്റഗ്രിറ്റി ഫീ കൂടിക്കൂടും. അതായത് 2027 ൽ $250 അല്ല, കൂടുതലായേക്കാം. റിഫണ്ട് കിട്ടുമോ? തത്സമയം ഇല്ല. പക്ഷേ നിങ്ങൾ വിസ നിബന്ധനകൾ പാലിച്ചാൽ, ശേഷം ഡോക്യുമെന്റുകൾ നൽകി പാസായി പുറത്തുപോയതായി തെളിയിച്ചാൽ താങ്കൾക്ക് ഈ ഫീസ് തിരിച്ചുകിട്ടാവുന്നുണ്ട്. പക്ഷേ 2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. 1. റീഫണ്ട് റിക്വസ്റ്റ് സ്വയം നൽകണം, ഓട്ടോമാറ്റിക് അല്ല. 2. വിസ കണ്ടീഷൻ പാലിച്ചിട്ടില്ലെങ്കിൽ ഫീസ് US ട്രഷറിയിൽ പോകും. ഇന്ത്യൻ സ്റ്റുഡൻസ് ബിവെയർ ഫിക്സ്ഡ് സ്റ്റേ റൂൾസ്. US സർക്കാർ ഇപ്പോൾ FJ വിസക്കാർക്ക് ഫിക്സ്ഡ് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ആക്കും എന്നത് ആലോചിക്കുന്നു. ഇത് നിലവിലുള്ള ഡ്യൂറേഷൻ ഓഫ് സ്റ്റേറ്റസ് എന്നതിനു പകരം വരും. ഇതിന് ദൈർഘ്യമേറിയ പ്രതിഫലങ്ങളുണ്ടായേക്കാം. 4,20,000+ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നേരിട്ട് ബാധിക്കപ്പെടും. സ്റ്റുഡന്റ് ആപ്ലിക്കൻസ് സോഷ്യൽ മീഡിയ മസ്റ്റ് ബി പബ്ലിക്. 2025 ജൂൺ മുതൽ പുതിയ നിയമം FMJ വിസ ആപ്ലിക്കൻസിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ട്സ് പബ്ലിക് ആക്കണം. ഓഫീസേഴ്സ് നിങ്ങൾക്ക് വിസ അനുവദിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക്, ലിങ്ക്ഡിൻ തുടങ്ങി പരിശോധിക്കും. എന്താണ് ലക്ഷ്യം? വിസ സിസ്റ്റത്തിന്റെ സത്യ ഉറപ്പാക്കൽ, ഓവർസ്റ്റേസ് കുറക്കൽ. ഇമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റ് ഫണ്ടിംഗിനായി ഈ മുഴുവൻ വ്യവസ്ഥകൾ കൊണ്ടുവരികയാണ്. സാരാംശം. വിഷയം വിവരങ്ങൾ. ഇന്റഗ്രിറ്റി ഫീ $250 2026 ൽ പ്രാബല്യത്തിൽ. സ്റ്റുഡന്റ് വിസ റൂൾ ഫിക്സ്ഡ് സ്റ്റേ അടിയന്തിരമായി വരാം. എക്സ്ട്രാ ചാർജസ് I-94 എസ്റ്റർ EVUS ഉൾപ്പെടെ. റീഫണ്ട് ഓപ്ഷൻ വിസ പാലിച്ചാൽ മാത്രം റിക്വസ്റ്റ് ചെയ്തു കിട്ടും. സോഷ്യൽ മീഡിയ റൂൾ അക്കൗണ്ട്സ് പബ്ലിക് ആക്കേണ്ടത് നിർബന്ധം. ഇന്ത്യൻ സ്റ്റുഡന്റ് ഇംപാക്ട് 4.2 ലക്ഷം പേർക്ക് നേരിട്ട പ്രതിഫലം. ഇത്തരത്തിലുള്ള വിസ അപ്ഡേറ്റുകൾ, നിയമപരിഷ്കാരങ്ങൾ, ഒഫീഷ്യൽ മാർഗങ്ങൾ എല്ലാം അറിയാൻ യൂറോപ്പ് വാർത്താ വിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഈ വീഡിയോ ഷെയർ ചെയ്യൂ. ഒരാൾക്കെങ്കിലും ഇത് ഉപകാരപ്പെടാം. നന്ദി. വീണ്ടും കാണാം.